Hey guys, so ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഹിസ്റ്ററി കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, നൈറ്റാണോ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊതുവെയുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ നൈറ്റാണ് പഠിക്കുന്നത്. എന്താണ് ആ ഒരു കമൻറ്റിൽ അർത്ഥമായിട്ട് ചോദിച്ചത് എനിക്ക് സത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ഓക്കെ, അതുപോലെ ചിലവർക്കെങ്കിലും ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് ആയിരിക്കും, ഞാൻ എന്തിനാണ് ഇത്ര ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്നത്, അതുപോലെ ഞാൻ ഭയങ്കര പഠിപ്പിയാണോ ഇല്ലെങ്കിൽ ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണോ ഇങ്ങനെ കുറേ പഠിക്കുന്നതാണോ. അങ്ങനെയൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റെഗുലർ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സ്കൂൾസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ പഠിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ടോ അതാണ് നമ്മൾ തലേന്നിരുന്ന് പഠിക്കുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു പെർഫെക്റ്റ് ടൈം ടേബിളോ കാര്യങ്ങളോ വെച്ചിട്ടല്ല ഈ ഒരു സംഭവം പഠിച്ചു തീർക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഹിസ്റ്ററിയാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്റർ നമ്മൾ കുറച്ച് സിമ്പിൾ ചാപ്റ്ററൊക്കെ തന്നെയാണ്, പക്ഷേ കുറേ വായിച്ച് ഹിസ്റ്ററീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. സംഭവം സിമ്പിളായിരിക്കും, പക്ഷേ കുറച്ച് വായിച്ച് നമ്മൾ മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി ടഫായിട്ട് തോന്നുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് നോട്ട്സ് പോലെ, അതായത് ഷോർട്ട് പോയിൻറ്റ്സ് നിങ്ങൾക്ക് വായിച്ച് പോവാം. അതായത് എഴുതി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓർമ്മയിൽ നിൽക്കും. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസിൽ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും സോഷ്യൽ കുറച്ച് ഒരുവിധം നമ്മൾ കേട്ട ഓർമ്മയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ചിലത് വെച്ചെങ്കിൽ നമ്മൾ ബൈഹാർട്ട് പഠിച്ചെന്നെ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, അങ്ങനെയുള്ള രീതിയിൽ ഹിസ്റ്ററി പഠിക്കുക. ഇപ്പം ഞാൻ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണി വരെ ഞാൻ പഠിക്കൂ. ആ ഒരു ടൈം ലിമിറ്റിൽ എത്ര കവർ ചെയ്യാൻ പറ്റുമോ ആ ഒരു കവർ ചെയ്താൽ മതി. കാരണം നമ്മളെ തന്നെ ഒരു ലിമിറ്റ് വരെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതായത് 11 മണിക്ക് ശേഷം ഞാൻ ഇപ്പോൾ ഒരു മണി വരെ വേണമെങ്കിൽ എനിക്കിരിക്കാം. പക്ഷേങ്കിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ താളാണ് തെറ്റുന്നത്. സോ അങ്ങനെ ആരും ഇരിക്കാൻ ശ്രമിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അല്ല, നിങ്ങൾക്കൊരു നൈറ്റ് പേഴ്സൺ ആണ്, ഞാനതാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിരിക്കാം നിങ്ങളുടെ ഓൺ റിസ്കിൽ. അപ്പോൾ അതായത് നമ്മൾ ഒരു റുട്ടീനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹിസ്റ്ററിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സോ സബ്ജക്ട്സോ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് ഒരു 2-3 ആൾക്കാർ നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഒരു നല്ലതായിട്ട് തോന്നുന്നത്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഹെൽപ്പും അതുപോലെ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുന്നോ അത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഹിസ്റ്ററി കുറച്ച് കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് വീഡിയോ വേണ്ടതെന്നുള്ള കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.